ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി മലബാർ കല്യാണ വീടുകളിലൊക്കെ ചിക്കൻ ബിരിയാണിയുടെ കൂടെ കാണുന്ന ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് വേണ്ടി നമുക്ക് ബീഫ് എടുക്കാം. ഇതിപ്പോൾ 1 കിലോ ബീഫ് ഉണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പയിലോട്ടിടാം. വെള്ളം മുഴുവനായിട്ട് കളയണം. അതിനുശേഷം നമുക്കിതൊരു ബൗളിലോട്ട് ആഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടിപ്പോകാൻ പാടില്ല. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കിയെടുക്കാം. പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടുരുളിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഇതിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുക്കർ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലും ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചെയ്യാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കണം. ഈ റെസിപ്പിയിലേക്ക് നമുക്ക് ഒരുപാട് സവാളയും തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. 2 സവാള തന്നെ മതിയാവുന്നതാണ്. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ പച്ചമുളക് പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ ചേർത്താൽ തന്നെ അത്യാവശ്യം എരിവുണ്ടായിരിക്കും. ഒരുപാട് സ്പൈസി അല്ല, എങ്കിലും അത്യാവശ്യത്തിന് സ്പൈസി ആയിരിക്കും ഈ കറി. ഇതിൻ്റെ പച്ചക്കൊത്ത് മാറിക്കിട്ടുന്നവരെ നമുക്കിനി വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പച്ചക്കൊത്ത് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വരണം. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഉടഞ്ഞ് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ആവശ്യത്തിന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കില്ല. അഥവാ നിങ്ങളുടെ കുക്കറിൽ വെള്ളം ചേർക്കാതെ തയ്യാറാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ കറിയുടെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുക്കറിൽ വെള്ളമില്ലാതെ കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 7 വിസിൽ വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു വേവ് എൻ്റെ ബീഫിനുണ്ട്. നിങ്ങളുടെ ബീഫിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കർ അടച്ച് വെച്ച് നമുക്കിതിന് കുക്ക് ചെയ്യാൻ അനുവദിക്കാം.
പ്രഷറെല്ലാം റിലീസായതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബീഫൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറിയിൽ അല്പം ഒരു ഗ്രേവി ഉണ്ട്. നമുക്ക് അല്പം കൂടി ഒന്ന് തിക്കാക്കി എടുക്കണം. ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് അല്പം വറ്റിച്ചെടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്. ചെറുതായിട്ട് ഒരു ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കണം. തണുത്ത് വരുമ്പോൾ ഇത് അല്പം കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. മലബാർ ഏരിയയിലെ ഏകദേശം എല്ലാ കല്യാണ വീടുകളിലും കാണുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.